ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ വറുത്തരച്ച് വെച്ച ബീഫും കൂർക്കയുടെയും കറി എന്ന് കണ്ടു നോക്കാവേ. നല്ല ടേസ്റ്റായിട്ട് ഈ കറി കഴിക്കാനായിട്ട്. ഞാൻ പണ്ട് തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഇങ്ങനെ ബീഫും കൂർക്കയും അതുപോലെ തന്നെ ബീഫും പോർക്കും വെക്കും. ഇന്ന് നമുക്ക് ബീഫും കൂർക്കയും എങ്ങനെ വെക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു 3/4 കിലോയോളം ബീഫ് ഇവിടെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 300 ഗ്രാംസോളം കൂർക്ക എടുത്തിട്ടുണ്ട്. കൂർക്ക ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തരയ്ക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മല്ലി, മുഴുവനോടുള്ള മല്ലിയാണ് എടുത്തിരിക്കുന്നത്. 1/2 സ്പൂണ് പെരുംജീരകം, പിന്നെ ഒരു 5-6 കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷായിട്ടുള്ള കുറച്ച് കരിവേപ്പിലയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും പറ്റും കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ തേങ്ങ ഒത്തിരി അങ്ങ് വറന്നു പോകരുത്, ഈ ഒരു ബ്രൗൺ കളറിൽ വേണം ഉണ്ടാവണം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ കുറച്ച് തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി തീരെ നൈസായിട്ട് വെള്ളം ഒഴിച്ചല്ല, നമുക്ക് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ കുറച്ച് തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബീഫ് ഉണ്ടല്ലോ, അത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടി ഉണ്ടല്ലോ, വറുത്ത് നമ്മൾ പൊടിച്ചല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് പൊടിക്കാൻ നേരത്ത് തീരെ നൈസായിട്ടില്ല, വെള്ളം ചേർക്കാതെ ഇതുപോലെ കുറച്ച് തരിയായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/2 സ്പൂണ് ബീഫ് കറിയുടെ മസാല അല്ലെങ്കിൽ ഗരം മസാല, ഞാനിപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ് ചേർത്തത്. അല്ലെങ്കിൽ മീറ്റ് മസാല ആണെങ്കിൽ അതായത് ഒരു 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എന്നിട്ട് ഈ ബീഫ് നമുക്ക് വേകാനായിട്ട് വെക്കാം. കൂർക്ക നമ്മൾ വേറെ തന്നെ വേവിച്ചെടുക്കണേ. ഇനി ബീഫൊക്കെ വെന്ത് കഴിയുമ്പോൾ ഒരു ചട്ടി ചൂടായി കഴിയുമ്പം അതിലേക്ക് ആദ്യം കുറച്ച് ബിരിയാണിയുടെ ഇല അല്ലെങ്കിൽ ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില, അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള, ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലെ ഒരു സവാളയെ ചേർത്തിട്ടുള്ളൂ. സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അധികം ഒന്ന് വഴന്ന് ഇതാവണമെന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. കൂർക്കയ്ക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, വെള്ളം കൂടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പോൾ ആ കൂർക്കയും ആ സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ യോജിപ്പിച്ച് ഇത് മൂടി വെച്ച് ഒരു കുറച്ച് നേരം, കുറച്ച് വെള്ളം ഉണ്ടല്ലോ കറിക്കകത്ത്, ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടിയാൽ മതി. നമ്മുടെ സൂപ്പറായിട്ടുള്ള ബീഫ് കൂർക്കയും ഇവിടെ റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യത്തെ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നുകൂടെ ചൂടാക്കി കഴിക്കുമ്പോഴല്ലോ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ